കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ നിധിയാണെങ്കിൽ സുഭാഷിനെ കാണാൻ വേണ്ടി വരിക ഓഫീസിൽ നിന്ന് നേരെ. എന്താണ് കാര്യമെന്ന് ചിന്തിക്കുകയാണ് സുഭാഷ്. ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഓട്ടോയിൽ എന്നെ കാണാൻ വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ എന്ന് ആലോചിച്ച് സുഭാഷ് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നത്, എന്താ മോളെ ഇങ്ങോട്ട്? അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അതെനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നീ പറയും, ഞാൻ കേൾക്കാമല്ലോ. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, ഇനി ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നില്ല, ഞാനൊരു ഹോസ്റ്റലിലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുക. അതിന് എനിക്ക് ചേട്ടൻ്റെ അനുവാദം കൂടി വേണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താ ചോദിച്ചതെന്ന് നിനക്ക് മനസ്സിലായോ? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നേ. ആ വീട്ടിലെ ഞങ്ങളുടെ കുഞ്ഞനിയത്തിയായിട്ട് അവിടെ താമസിക്കുകയില്ലേ നീ ഇപ്പോൾ പോകുന്നറിയുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊന്നും ചെയ്യേണ്ട, അവിടെ തന്നെ താമസിച്ചാൽ മതി. അവനാണെങ്കിൽ അറിയാതൊരു തെറ്റ് പറ്റിപ്പോയതാ, മോളത് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. ഇല്ല, അത് ശരിയാവില്ല. ഇനി ഞാൻ അവിടെ നിന്നാൽ എൻ്റെ സ്വഭാവത്തിൽ ഇനി എന്തെങ്കിലും മാറ്റം വരും. അതുകൊണ്ട് അതിനെക്കാട്ടും നല്ലത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാ എന്ന് നിധി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സുഭാഷ് വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് നിധി വീട്ടിലേക്ക് പോയിട്ട് എല്ലായിടത്തും പറയുന്നുണ്ട്, ഞാൻ ഇനി ഈ വീട്ടിൽ താമസിക്കുന്നില്ല, ഞാനൊരു ഹോസ്റ്റലിലേക്ക് മാറാൻ പോവുക, അതെല്ലായിടത്തും കൂടെ പറയാനാ എന്ന് സുധീഷിൻ്റെ അനിയന്മാരടുത്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷിൻ്റെ അനിയന്മാർ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ സമാധാനമായില്ലേ, എല്ലാം വരുത്തി വെച്ചില്ലേ, ഒരു ചേച്ചിയെ പോലെ ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നതാ. അതുമാത്രമല്ല ഈ വീട്ടിലൊരു അനക്കം ഉണ്ടായിരുന്നതാ അവർ വന്നേ പിന്നെ, അത് നിങ്ങളായിട്ട് കളഞ്ഞു കുടിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് സുധീഷിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇതെല്ലാം കേട്ട് വിഷമത്തിയിരിക്കുകയാണ് സുധീഷ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ അവരെ കുറ്റപ്പെടുത്തൽ എല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും സുധീഷ് നിധിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നിധിയുടെ അടുത്ത് പറയുന്നു, എന്തായാലും എൻ്റെ അടുത്ത് ക്ഷമിക്കണം, എനിക്ക് അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയതാ, ഞാൻ അല്ലേ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത്, നീയല്ല, നീ ഇവിടെ തന്നെ താമസിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുന്നു, എൻ്റെ അടുത്ത് ഇനിയെങ്കിൽ ഈ അഭിനയം നിർത്തണം, നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് വന്നു പോകരുത്, വന്നാൽ എൻ്റെ സമനില തെറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷാണെങ്കിൽ കരയുന്നുണ്ട്. പറയുന്നുണ്ട്, എന്തായാലും അഭിനയം വേണ്ട എൻ്റെ മുമ്പിൽ, ഇനിയും അഭിനയം കാണിച്ചാൽ ഞാൻ ഇപ്പോൾ ഇറങ്ങിപ്പോകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആ വീട്ടിലാണെങ്കിൽ എന്നെ പിടിച്ചു നിർത്തുന്ന ഒരാളേ ഉള്ളൂ, എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്തുള്ള സുഭാഷ് ചേട്ടൻ. ആ ചേട്ടൻ എന്നും എൻ്റെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇത്രയും നാളെ നിന്നത്. അതുമാത്രമല്ല അനിയന്മാരും. എന്നാൽ ഇത് ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കിയതല്ലേ, അതുകൊണ്ട് എനിക്കിനി ഇവിടെ താമസിക്കാനും ഒന്നിനും സൗകര്യമില്ല. അതുകൊണ്ട് എൻ്റെ കാര്യം ഇനി അന്വേഷിക്കുകയും ചെയ്യരുത് എന്ന് നിധി പറയുന്നുണ്ട്. ഇത് കേട്ടതും കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. സുഭാഷ് പറയുന്നുണ്ട്, നീ എന്തിനാ കരയുന്നേ, നീയല്ലേ ഇതിനെല്ലാത്തിനും കാരണം, ഇനി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കുറ്റപ്പെടുത്തൽ കഴിഞ്ഞോ, ഞാൻ ഇനി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും പറയുകയില്ലേ, ഞാനും ഈ വീട്ടിൽ നിന്ന് പോകാം, നിധി ഇവിടെ താമസിക്കട്ടെ, ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത്, എൻ്റെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു ഹോസ്റ്റലെല്ലാം റെഡി ആയിട്ടുണ്ട്, പോവുകയെന്ന്. ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷാണെങ്കിൽ നിധിയെ ആ രാത്രി തന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് സുധീഷ്. അങ്ങനെ ഇതെല്ലാം വിഷമിച്ച് കണ്ടുകൊണ്ടിരിക്കുക അനിയന്മാർ. അങ്ങനെ ഭാസ്കരനും അതുപോലെ തന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. അങ്ങനെ സുഭാഷ് അവരും പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. പടികിടന്ന് പോകുന്നതുവരെയും സുധീഷ് നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഭാസ്കരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റൊരാളാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ഞാനാണെങ്കിൽ എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്നെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും കാലം ഞാൻ അവളടുത്ത് നിന്നപ്പോഴാണ് സന്തോഷം എന്താണെന്ന് അറിഞ്ഞത്. എന്നാൽ ഈ നിമിഷം മുതൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളടുത്ത്. നിങ്ങളെൻ്റെ അച്ഛനെന്ന് പറയാൻ കൂടെ ഇപ്പോൾ എനിക്ക് നാണക്കേടാവുന്നുണ്ട്. അത്രയ്ക്ക് നിങ്ങളെന്നെ
ഓരോന്ന് പറഞ്ഞിട്ടാ ഇതുപോലെയൊക്കെ ചെയ്യിപ്പിച്ചത്. ഇനി എനിക്ക് നിങ്ങളെ തന്നെ കാണണ്ട എന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം പറയുന്നതിന് കാര്യമുണ്ട്. നിങ്ങളാ ഈ എല്ലാത്തിനും കാരണം. എന്നെ കുറ്റപ്പെടുത്തുക എല്ലാവരും കൂടി. ഇനി എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. ഇത് കേട്ടിട്ട് അനിയന്മാർ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇനി എന്തായാലും നീ ഒരു കാര്യം ചിന്തിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴത്തേക്കും ആലോചിച്ചാണ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലുള്ള എടുത്തുചാട്ടങ്ങളൊന്നും കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇനി എന്ത് കാണിക്കാനാ, അവൾ പോയില്ലേ എന്ന് സുധീഷ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എന്തായാലും തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് അനിയന്മാർ പറയുകയും ചെയ്യുന്നുണ്ട്.